അധികാരത്തിൽ അത് ഒരു ജനാധിപത്യമായിട്ടുള്ള ഒരു തീരുമാനമാണ്. എന്നെ തീർച്ചയായിട്ടും വെൽക്കം ചെയ്യുന്നു. പിന്നെ ഇപ്പോഴും ഞാൻ കൌൺസിലറാണ്, 5 വർഷത്തേക്ക് കൌൺസിലറാണ്. എന്റെ വാർഡിലെ ജനങ്ങളോട് അവർ പരമാവധി കമ്മിറ്റ്മെന്റ് ഉണ്ട്. അത് ഞാൻ ആ ഒരു രീതിയിൽ തീർച്ചയായിട്ടും ഇനിയും മുന്നോട്ട് പ്രവർത്തിക്കും. ചെറുപ്രായത്തിൽ പ്രധാനപ്പെട്ട ഒരു നഗരസഭയുടെ ചുമതലയിൽ ഇരിക്കുവാൻ കഴിഞ്ഞു. എങ്ങനെയാണ് ആ കാലത്തെ കാണുന്നത്? വളരെ എന്താ പറയുന്ന ഒരു സന്തോഷം. അത് ദൈവം തന്നൊരു ഭാഗ്യമാണ്. ജനങ്ങളിൽ എനിക്ക് അർപ്പിച്ചൊരു വിശ്വാസമാണ്. അതിന്റെ പരമാവധി എനിക്ക് മാക്സിമം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഒരു തരത്തിലുള്ള അഴിമതിയോ സ്വജനപക്ഷപാതമോ കൈക്കൂലിയോ പിൻവാതിൽ നിയമനോ ഒരു നിയമലംഘനോ അങ്ങനെ ഒന്നും ഇതുവരെ നടത്തിയിട്ടില്ല. ആ ഒരു ഉറപ്പോടെ അല്ലെങ്കിൽ ആ ഒരു മനസ്സമാധാനത്തോടെയാണ് തീർച്ചയായിട്ടും സ്റ്റെപ്പ് ഡൌൺ ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം പൊളിറ്റിക്സ് ആണ്. പൊളിറ്റിക്സിന് അതിന്റെ ഭാഗമായിട്ട് തന്നെ കാണുന്നു, അതിന്റെ ഭാഗമായിട്ട് തന്നെ വെൽക്കം ചെയ്യുന്നു. അനുകൂലമായി വോട്ട് ചെയ്ത ആളുകളാണ് ഇന്ന് പ്രതികൂലിച്ച് വോട്ട് ചെയ്തിരുന്നത്. നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങളെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. അതിൽ വിഷമമുണ്ടോ? വിഷമമല്ല, എനിക്ക് തീർച്ചയായിട്ടും ഒരു നിരാശയുണ്ട്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു ചെയർപേഴ്സൺ നിലയിൽ ചെയ്യാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ തുടങ്ങി വെച്ചേക്കുന്ന കുറെ പ്രോജക്ട്സ് ഉണ്ട്, അതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു നിരാശ തീർച്ചയായിട്ടും ഉണ്ട്. ചരിത്രത്തിന്റെ ഭാഗമായ ആളാണ്. പക്ഷെ ഇപ്പോൾ മറ്റൊരു ഒരു ഡീമെറിറ്റ് എന്ന രീതിയിൽ ആ രീതി വരുന്ന ചരിത്രത്തിലേക്ക് പോകുന്നു, അത് തോന്നുന്നുണ്ടോ? ഇതെല്ലാം ഞാൻ പറയില്ല, പൊളിറ്റിക്സ് ആയിട്ട് കാണുന്നത്. ഞാൻ പൊളിറ്റിക്സിലേക്ക് വന്നത് ഒരിക്കലും ഒരു ചെയർപേഴ്സൺ ആവണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ, അല്ല കൌൺസിലർ ആവണം എന്നുള്ളൊരു വളരെ ഒരു ആഗ്രഹത്തോടെയാണ്. അപ്പം പൊളിറ്റിക്സിന്റേതായിട്ടുള്ള മെറിറ്റും ഡീമെറിറ്റും അറിഞ്ഞുകൊണ്ട് തന്നെ വന്ന ഒരാളാണ്. അതിനെ എന്താ പറയുന്നത്, എന്താണെങ്കിലും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഒരിക്കലും ആരും എനിക്ക് തോന്നുന്ന പൊളിറ്റിക്സിലേക്ക് വരുന്നത് വീട്ടിലിരുന്ന് കൌൺസിലർ ആയിട്ടല്ലല്ലോ. നമ്മൾ വീട്ടിൽ എന്താ പറയുന്നത്, കൌൺസിലറായി ജയിച്ചു വന്ന ആൾക്കാരോട് സംസാരിച്ചാലേ ആൾക്കാർക്ക് വേണ്ടി വർക്ക് ചെയ്ത് എനിക്ക് പിന്നെ എന്നെ ബാക്ക് ചെയ്യാൻ കുറെ നല്ല നല്ല കൌൺസിലേഴ്സ് ഉണ്ടായിരുന്നു, എക്സ്പീരിയൻസ് ആയിട്ടുള്ള കൌൺസിലേഴ്സ് ഉണ്ട്. അച്ഛനെ മാറ്റി നിർത്തിയ പോലും ഇവിടെ 10-15 കൊല്ലമായിട്ടുള്ള കൌൺസിലേഴ്സ്, അല്ലെങ്കിൽ കോളേജ് തൊട്ട് ഇവിടെ സെബാസ്റ്റ്യൻ കോളേജ് തൊട്ട് രാഷ്ട്രീയം ചെയ്തു വന്ന ആൾക്കാരാണ്. ആ ഒരു ബാക്കിങ്ങിൽ എനിക്ക് പഠിക്കാൻ പറ്റി, അല്ലെങ്കിൽ എനിക്ക് കുറെ നല്ല, എനിക്ക് തീർച്ചയായിട്ടും ഐ എം വെരി താങ്ക്ഫുൾ ടു എന്താ പറയുക, നമ്മുടെ മുനിസിപ്പൽ സ്റ്റാഫ് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ടീം എനിക്കുണ്ടായിരുന്നു. അത് അവർ തന്നെയായിരുന്നു എന്റെ ആത്മവിശ്വാസം. രാഷ്ട്രീയമായ ആരോപണങ്ങൾ എങ്ങനെ കാണുന്നു? പ്രത്യേകിച്ച് ബിജെപി ബന്ധം ആരോപിക്കുന്നുണ്ട്, സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ ഈ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളൊക്കെ അവർ ഉന്നയിക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, എനിക്കൊന്ന് ഇതിനുള്ള ആൻസർ നേരത്തെ തന്നു കഴിഞ്ഞു. ഞാൻ ഈ ഒരു ഇലക്ഷനിലോ അല്ലെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് മാണി സി കാപ്പനങ്ങളിന് വേണ്ടി വർക്ക് ചെയ്ത ഒരാളാണ്. അല്ലെങ്കിൽ പല പല എന്താ പറയുന്നത് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് സംസാരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഹൌസ് മീറ്റിംഗ്സിലാണെങ്കിലും പല പല പ്രോഗ്രാംസിന് പോയ ഒരാളാണ്. അല്ലെങ്കിൽ ഞാനും കാപ്പനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം എനിക്കത് പേഴ്സണലാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് ജയിച്ചപ്പോൾ ഡാൻസ് കളിച്ച ഒരാളാണ് ഞാൻ. സോ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് വളരെ അടിസ്ഥാനരഹിതമാണ്. വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ വളരെ പുകഴ്ത്തുകയും ഒപ്പം നിൽക്കുകയും ചെയ്ത ആളാണ്. പക്ഷെ ആ കോൺഗ്രസിന്റെ നേതാക്കളിൽ പലരുമാണ് ഇപ്പോൾ തള്ളി പറയുന്നത്. അല്ല, തെറ്റ്. കോൺഗ്രസിന്റെ ഞാൻ അതിന് മറുപടി പറയണം. കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ചോദ്യത്തിൽ ഒരു ദുസൂചനയുണ്ട്. വി.ഡി. സതീശൻ ഉൾപ്പെടെ എന്നല്ല, ജില്ലാ ലെവലിൽ പോയിട്ട് ബ്ലോക്ക് തലത്തിലുള്ള ഒരു നേതാക്കന്മാർ പോലും തള്ളി പറഞ്ഞിട്ടില്ല. ബ്ലോക്ക് തലത്തിൽ പോലും കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് MLA കൂടിയായ ശ്രീ നാട്ടക സുരേഷാണ് വിപ്പ് നൽകിയിരിക്കുന്നത്. ബഹുമാനായ ശ്രീ ജോസഫ് വാഴക്കൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ PJ ജോസഫ് സാർ ഉൾപ്പെടെ അദ്ദേഹം വിളിച്ചിട്ട് ഞങ്ങൾ പോയി കാണുവരെ ചെയ്തു. അദ്ദേഹമാണ് കൌൺസിലർമാർക്ക് നേരിട്ട് ഉപ്പ് കൊടുത്തിരിക്കുന്നത്. ഫ്രാൻസിസ് ജോർജ് MP, മോൻസ് ജോസഫ് മന്ത്രി, അതുപോലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവരെ ഞങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവ്, പാർലമെന്ററി പാർട്ടി, ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രസ്ഥാനത്തിന്റെ ഏതൊരു പ്രസ്ഥാനമായിക്കോട്ടെ, കൊട്ടിഘോഷിച്ചു വന്ന പല പുതിയ പ്രസ്ഥാനങ്ങൾ ആദർശ കൈമുതലെന്ന് അവകാശപ്പെടും, അവരെ പോലും അഭിപ്രായ വ്യത്യാസങ്ങളില്ലേ? അപ്പം ഞങ്ങളെ സംബന്ധിച്ച് UDFന്റെ നേതൃത്വം എടുത്ത തീരുമാനം അംഗീകരിച്ച ആരെങ്കിലും ഞങ്ങൾക്കെതിരായിട്ട് വരുന്നുണ്ടോ? ഞങ്ങളതാ നോക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം വിപ്പ് കൊടുക്കുകയോ അല്ലെങ്കിൽ നിർദ്ദേശം നൽകുകയും ചെയ്ത ആരെങ്കിലും ഞങ്ങൾക്കെതിരായിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് അംഗീകരിച്ചവർ ഞങ്ങളുടെ കൂടെ ഇല്ലേ? ഞങ്ങളുടെ കൂടെ എന്നല്ല, ഞങ്ങൾ ഒരു ടീമായിട്ടല്ലേ. അപ്പൊ UDFന്റെ നേതൃത്വം അംഗീകരിക്കുന്നത്തോളം കാലം, അല്ലെങ്കിൽ ഞങ്ങളെ UDF തള്ളിപ്പറയണം, നിങ്ങൾ UDFന് വേണ്ട, അല്ലെ കോൺഗ്രസ് നേതൃത്വം പറയണം നിങ്ങൾ വേണ്ട. അല്ലാതെ വ്യക്തി താല്പര്യത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന സ്വപ്നത്തിന്റെ പേരിലോ അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ അതിനൊന്നും മറുപടി പറയാൻ പോലും ഞങ്ങളില്ല. പക്ഷെ പോരട്ടെ, UDF നേതൃത്വം ഉണ്ടല്ലോ. ഞങ്ങൾ അനാഥരല്ലല്ലോ, ഞങ്ങൾക്ക് അത് UDF നേതൃത്വം പറയേണ്ട കാര്യമാണല്ലോ. ഞങ്ങൾ കൌൺസിലേഴ്സ് ആരും തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ. കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കും. അവർക്കറിയാലോ. ഞങ്ങൾ ഒരു കാര്യം കൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. പലരും ചോദിച്ചു,
അവിശ്വാസം ഈ കൂട്ടുകെട്ട് നേരത്തെ ഉണ്ടായെന്ന് പല മാധ്യമങ്ങളും നേരത്തെ റിപ്പോർട്ട് ചെയ്താലോ, സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ളവർ, അപ്പോൾ ഞങ്ങൾ രാജിവെക്കുമെന്നുള്ള സന്ദേഹത്തോടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ പലരും ഞങ്ങളോട് ചോദിച്ചിരുന്നു.